ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹായ് ഇറച്ചി തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെ ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ലോകാവസാനമാണോ എന്ന് ഹൈറിച്ചോളികൾ അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടവന്മാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ലോകാവസാനമാണോ എന്ന്. അപ്പോൾ ഇതുവരേക്കും പ്രതാപൻ ദൈവമാണ്, ശ്രീന ദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നവർ ഇപ്പോൾ പ്രതാപനും ശ്രീനക്കുമൊക്കെ നല്ല രീതിയിലുള്ള ചീത്ത വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും ബാക്കിൽ പോകാൻ സമയമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു സമയം കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും നമ്മൾ പല തട്ടിപ്പുകൾ നടത്തി ഒളിയിൽ പോയ ചില ആൾക്കാരൊക്കെ ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കണ്ടു. അപ്പോൾ അവനൊക്കെ പറയുന്നത് കേസ് അവസാന ഘട്ടത്തിലാണ് ഇത് എന്നൊക്കെയാണ്. ഇവനൊക്കെ എന്ത് ഉണ്ടേ അറിഞ്ഞിട്ടാണ് കേസ് അവസാന ഘട്ടത്തിലാണെന്നൊക്കെ പറയുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അവർ പുതിയ FIR ക്രൈംബ്രാഞ്ചിൻ്റെ FIRകൾ ഇട്ട് കേസ് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് ഇവൻ പറയുന്നത് കേസ് അവസാന ഘട്ടത്തിലാണ് എന്ന്. അപ്പോൾ ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കോടതിയിൽ കൊടുത്ത ആ ഒരു കേസ് നീട്ടിവെച്ച് അവസാനം ഇവന്മാർക്ക് ബുദ്ധി വന്നപ്പോൾ ഇപ്പോൾ വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അതും ഈ ഹൈറിച്ച് കേസും തമ്മിൽ ഒരു കൂടുതൽ ഒന്നും തന്നെ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. അത് ഫ്രീസിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഫ്രീസിങ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് ഈ മണീച്ചേൻ്റെ ഫ്രീസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് അവിടെയുള്ളത്. ഇത് നമുക്കറിയാം, പണ്ട് ഇതേപോലെ ഈ ഫ്രീസിങ്ങിൽ ചില പിഴവ് സംഭവിച്ച സമയത്ത് 11 ദിവസം അധികം എടുത്ത സമയത്ത് വീണ്ടും റീഫ്രീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു ഉത്തരവ് നമുക്കറിയാം. അതുപോലെയുള്ള ഒരു കാര്യമാണ് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കേസ് മാത്രമാണ് ഈ കേസ്. അല്ലാതെ നാളെ തന്നെ കമ്പനി തുറക്കാനോ അതിന് എല്ലാവർക്കും പൂളിംഗം വിതരണം ചെയ്യാനോ 5 ലക്ഷം വിട്ടവന് 55 ലക്ഷം കൊടുക്കാനോ ഒന്നുമില്ല ഉത്തരവ് ഈ കോടതിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള ഒരു സോളിഡ് ഒരു കാര്യമുണ്ട്. ഈ കേസ് ഏറ്റവും വലിയ കേസാണ്. ഇത് CBIക്ക് കൈമാറിയ കേസാണ്. CBI എടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ വിധി എന്താണെന്ന് മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അപ്പലറ്റ് ട്രിബ്യൂണലിൽ നിന്ന് ഹൈറിച്ചിൻ്റെ വക്കീലിനെ ഊക്ക് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ആർക്കെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പറയാം എന്ന് വിചാരിച്ചാണ്. നമുക്കറിയാം, ഇവരുടെ കയ്യിൽ യാതൊരു കാര്യവുമില്ല. ഇവർ കേസ് വാദിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതാണെന്ന് ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ സോളിഡായിട്ടുള്ള ഒരു കാര്യവും ഇതില്ല. അപ്പോൾ ഇവർ വാദിക്കണം എന്ന് പറഞ്ഞ് വാദിക്കാൻ തയ്യാറാവുകയും അവസാനം ഇത് കേസ് നീട്ടിവെക്കണമെന്നുള്ള റിക്വസ്റ്റ് പറയുകയും ചെയ്തു. അപ്പോൾ അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു, ഈ പരിപാടി ശരിയാവില്ല. ഒന്നിക്കൽ വാദിക്കാൻ വേണ്ടി സമയം ചോദിച്ച് അവസാനം എനിക്കിത് നീട്ടിവെക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് 20,000 രൂപ പിഴയടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 20,000 രൂപ പിഴ കൂടി കിട്ടിയിരിക്കുകയാണ് ഈ കമ്പനിക്ക്. 20,000 രൂപ ബാർ കൗൺസിലിൻ്റെ അംഗങ്ങളുടെ ക്ഷേമത്തിനും ലൈബ്രറിയുടെ വിപുലീകരണത്തിനും വേണ്ടിയിട്ട് ഈ 20,000 രൂപ
ഉപയോഗിക്കണം എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഈ കേസ് നീട്ടിവെക്കാൻ വേണ്ടി സമ്മതിച്ചു. 20,000 രൂപ പോവുകയും ചെയ്തു. അതാണ് ഇവരുടെ ഡൽഹി വക്കീലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതൊക്കെ അൺഫ്രീസ് ചെയ്ത് കൊടുക്കും എന്നൊക്കെയാണ് ചില മണ്ടന്മാർ വിചാരിച്ചിരുന്നതെങ്കിൽ അവിടെ നിന്ന് 20,000 രൂപ പിഴയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ KSRTC ബസ്സിലൊക്കെ ഇപ്പോൾ ഫ്രീ ആണല്ലോ, സ്ത്രീകൾക്കൊക്കെ ഫ്രീ യാത്രയാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചില ആൾക്കാർ പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇതിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ടൂറിന് പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ പ്രതാപനെ കാണാൻ വേണ്ടി ടൂറിന് പോകുന്നുണ്ട്. പ്രതാപനെ കാണാൻ പോയി ടൂറിന് പോയ സമയത്ത് പ്രതാപൻ പറഞ്ഞത്, ഈ ഹൈറേഞ്ചിലിട്ട പൈസയൊക്കെ നിങ്ങൾ മറന്നേക്കൂ, നിങ്ങൾ വല്ല പണിയെടുത്ത് ജീവിക്കൂ, അച്ചാർ ബിസിനസ്സോ മറ്റെന്തോ ചെയ്ത് നിങ്ങൾ ജീവിക്കൂ എന്നുള്ള മറുപടിയാണ് പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യവുമാണ്. നിങ്ങൾ ഒരു പരാതി പോലും കൊടുക്കാതെ നിങ്ങൾ ആ പണം കിട്ടുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വളരെ ദുഃഖം മാത്രമാണ് അത് സമ്മാനിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 50 പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 55 ലക്ഷം കിട്ടുമെന്നുള്ള ലോട്ടറിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ 5 ലക്ഷത്തിൻ്റെ ലോട്ടറി എടുത്ത് എന്ന് വിചാരിക്കുക. 55 ലക്ഷം കിട്ടിയുമില്ല. അപ്പോൾ നിങ്ങളുടെ 5 ലക്ഷം പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കുറേ ആർത്തി പിടിച്ച ആൾക്കാർ കോടിക്കണക്കിന് രൂപയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ കഴിവിനനുസരിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. അവർക്കും ഇട്ട പൈസ ആവശ്യമില്ല. അവർക്കൊക്കെ വേണ്ടത് ഇതിൻ്റെ 10 ഇരട്ടി രൂപയാണ്. അപ്പോൾ അവർക്കും പണം പോയതിൽ കൂട്ടിക്കോളി. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പ്രതാപനെയല്ല കണ്ടിരിക്കുന്നത്, ചില ആൾക്കാർ നമ്മുടെ മാഡത്തിനെയാണ് കണ്ടിരിക്കുന്നത്. മാഡം പറഞ്ഞത് കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും, കേസ് തോറ്റാൽ പാണ്ടിക്കാടോ എവിടെയാണോ അവരുള്ള ഓഫീസിൽ പോയാൽ മതി, അവർ തരും എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിക്കാർ എല്ലാ പണവും വിതരണം ചെയ്യാൻ കേസ് തോറ്റു കഴിഞ്ഞാൽ സൊസൈറ്റിക്കാർ തരുമെന്ന് പറഞ്ഞ് മാഡം ടൂറിന് പോയി എന്നൊക്കെയാണ് ചില ആൾക്കാർ, ഇവരുടെ ആൾക്കാർ തന്നെ പറയുന്നത് മാഡം ടൂറിന് പോയി എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു തട്ടിപ്പ് പരിപാടിയാണ്. ലീഡർമാരുടെ ആൾക്കാർ തട്ടിക്കൂട്ടി കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ കേസ് ഇവരുടെ ലീഡർമാരുടെ മുകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചുരുങ്ങിയതൊരു 5,000-10,000 ആൾക്കാരിൽ നിന്നൊക്കെ 200 രൂപ വീതം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവസാനം കേസ് ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട് ഫയൽ ചെയ്തതിലാണ് കുടുങ്ങിപ്പോയത്. അതിൽ വെറും 11,500 രൂപ മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കള്ളക്കണക്കാണ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്, രജിസ്ട്രാർക്ക് മുമ്പാകെ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾ പണ്ടേ പറഞ്ഞ ഹൈറിച്ച് സൊസൈറ്റി എന്ന് പറയുന്നത് തട്ടിപ്പന്മാരുടെ ഒരു സംഘമാണ് എന്നുള്ള കാര്യങ്ങൾ 200 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തവന്മാരും മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമ്മളൊന്നല്ല, ഇതൊന്നും പുറമേ കൊണ്ടുവന്നിരുന്നത് ഇവരുടെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പുറമേ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം അവർ തമ്മിൽ തല്ലുന്നത് നമ്മളിങ്ങനെ കണ്ടു രസിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവരൊന്നും പണം കിട്ടാത്തതിന് ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തു, ചില ആൾക്കാർ ചികിത്സിക്കാൻ പണമില്ലാതെ മരിച്ചു. അതുപോലെ തന്നെ ചില ആൾക്കാരുടെയൊക്കെ വീട് ജപ്തിയായി എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ അവർ സ്വയം വരുത്തി വെച്ചതാണ്. ഇതിനൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു ഈ കേസൊക്കെ വേഗം അവസാനിപ്പിക്കാനും പോലീസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ മുഖംമൂടി ധർണയും അല്ലെങ്കിൽ വക്കാലത്തുകളും
ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഈ ഈ തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചവരെ അധിക്ഷേപിക്കാനും തെറിവിളിക്കാനും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രതാപൻ്റെ കാര്യങ്ങൾ കൂടി അവസാനം പ്രതാപൻ്റെ കാര്യങ്ങൾ കൂടി പറയാം. പ്രതാപൻ കഴിഞ്ഞ നവംബറിൽ ഫയൽ ചെയ്ത കേസിൽ ഇതുവരേക്കും പ്രതാപൻ്റെ വക്കീൽ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടില്ല, കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി സമയമാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ ഈ കേസ് വച്ചിരിക്കുകയാണ്. എന്നാലും ഇതുവരേക്കും ആ ഒരു കൗണ്ടർ അഫിഡവിറ്റ് അവിടെ ഫയൽ ചെയ്തതായി കാണുന്നില്ല. അങ്ങനെയായാൽ കൂടിയ സാധ്യത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു അവസാനത്തെ അവധി കൂടി ചോദിക്കുമെന്ന് കണ്ടറിയാം. അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ പ്രതാപൻ ജയിലിൽ പോയി കിടക്കാൻ, അല്ലെങ്കിലും അദ്ദേഹം പണ്ടേ റെഡിയാണ്, ജയിലിൽ പോയി കിടക്കാൻ വേണ്ടി റെഡിയാണ്. ജയിലിൽ പോയി കിടന്നാലും അതിനൊരു പരിധിയില്ലേ, അത് കഴിഞ്ഞാൽ പുറത്ത് വിടും. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒളിപ്പിച്ച് വെച്ച പണമൊക്കെ എടുത്ത് ബാക്കിയുള്ള ജീവിതം അടിച്ചു പൊളിക്കാം എന്നുള്ളതാണ് പ്രതാപൻ്റെയും പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത് 17-ാം തീയതിക്ക് ശേഷം നമ്മളൊക്കെ കേസ് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ ചില ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ പോലീസിനും കലക്ടർക്കുമുള്ള പരാതികളൊക്കെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് 17-ാം തീയതിക്ക് ശേഷം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് പണ്ട് കലക്ടർ ക്ലെയിം പെറ്റീഷൻ ക്ഷണിച്ച സമയത്ത് കൊടുക്കാത്തത് വളരെ മോശമായി എന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെയൊക്കെ പരിചയമുള്ള 10,000 വെറും 10,000 രൂപയിട്ട് 1-2 തവണ നമ്മുടെ പൂളിംഗമൊക്കെ കിട്ടിയിരുന്ന ആൾ വരെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. 10,000-ൻ്റെ ക്ലെയിം പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 10,000 ആണ് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയത്തും ലക്ഷങ്ങളും കോടികളും ഇട്ടവർക്കൊക്കെ വിശ്വാസം പ്രതാപൻ വളർത്തിയ ലീഡർമാരെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലീഡർമാരെയും പ്രതാപനെയും ശ്രീനെയും ഒക്കെ തെറി വിളിക്കുന്നുണ്ട്. ആൾക്കാരെ ഇപ്പം ഏതാണ്ട് ബോധം വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ 3 വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് ബെച്ചു കുര്യൻ സാർ തന്നെ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് സിവിൽ പ്രൊസീജിയറാണ് ഇതിന് വേണ്ടത്. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ കേസുകളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ, എനിക്ക് പണം പോയി എന്ന് പറഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആർക്കെങ്കിലും ക്ലെയിം പെറ്റീഷൻസ് അല്ലെങ്കിൽ പരാതി FIR ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ 3 വർഷത്തിന് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോഴേ എടുക്കുന്നില്ല, ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല, സാധുതയും ഇല്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ കരഞ്ഞ മക്കളെ, കരഞ്ഞോ. നല്ല സമയത്ത് നിങ്ങളൊന്നും വേണ്ട രീതിയിൽ നമ്മളൊക്കെ നിങ്ങൾ വെള്ളത്തിൽ വീഴുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാടലേ എന്ന്. ചാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കൈ തന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ച സമയത്തും നിങ്ങളതൊക്കെ തട്ടി മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ ജീവിതത്തിലുള്ള ഒരു പാഠമായി നിങ്ങൾക്ക് മാറട്ടെ. ഇതുപോലെ 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടുമെന്നും 10,000 ഇട്ട് കഴിഞ്ഞാൽ 30,000 കിട്ടുമെന്നും, അത് ഒരു മണി ചെയിൻ മോഡലിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും നമുക്ക് പൂളിംഗം ലഭിക്കും എന്നൊക്കെയുള്ള തട്ടിപ്പ് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പണം പോകട്ടെ.
ബൈ.